കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ വീട്ടിൽ തന്നെയല്ലേ? ഒരു ഹണിമൂണും ഇല്ല, ഒരു ഔട്ടിങ്ങിനും പോയില്ല. ഒരു തവണയെങ്കിലും റെസ്റ്റോറന്റിലോ പാർക്കിലോ തിയേറ്ററിലോ കൊണ്ടുപോയിട്ടുണ്ടോ? ഇല്ലല്ലോ. അല്ലടാ, അവൾക്കും ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ കാണില്ലേ? കുറച്ച് പ്രായമെങ്കിലും ഭർത്താവില്ലാത്ത എനിക്കും പുറത്ത് കറങ്ങാൻ പോകണമെന്നൊക്കെ തോന്നും. ഇവക്ക് അത്ര പ്രായമൊന്നുമില്ല, ഇപ്പൊ കല്യാണം കഴിഞ്ഞല്ലേ ഉള്ളൂ. നിന്റെ കൂടെ പുറത്തൊക്കെ പോയി കൊഞ്ചിക്കൊഴയാന്ന് ഇവക്ക് ആഗ്രഹം കാണില്ലേ? അതെന്തായാലും ഞാൻ ഫ്രീ ആവുന്ന സമയത്ത് പറയണം, അല്ലാതെ ഓഫീസിൽ പോകുമ്പോഴല്ല പറയേണ്ടത്. അല്ല, ഇപ്പൊ എന്തിനാ ഓഫീസിൽ പോകുന്നേ? നിന്റെ ചേട്ടൻ, ഏട്ടത്തി, കുട്ടികൾ എല്ലാം പുറത്തു പോയിരിക്കല്ലേ? അല്ല, അപ്പോ അവർക്ക് വേറെ കാര്യങ്ങളുണ്ടെങ്കിൽ നിന്നോട് ഓഫീസിൽ പോകാൻ പറയൂ. അങ്ങനെയല്ലെങ്കിൽ ഒരു പണിയില്ലാതെ വീട്ടിലിരിക്കാൻ പറയും. നീ എന്താ അവർക്കൊരു സ്റ്റെപ്പിനെയാണോ? ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് മാത്രമാ നീ. നിനക്ക് ഇവിടെ ഒരു വാല്യൂ, റെസ്പെക്ട്, ഐഡന്റിറ്റി ഒന്നും തന്നെ ഇല്ല. നീ വീണ്ടും തുടങ്ങിയോടി. അവള് പറഞ്ഞതിലൊരു കാര്യമില്ലേ അഖിലേ? അവരാണെങ്കിൽ ജോലിയായിട്ട് പുറത്ത് കറങ്ങാനൊക്കെ പോയി, നീ മാത്രം ഓഫീസിൽ ജോലിയൊക്കെ ചെയ്യണം. അവര് പറയുന്നതൊക്കെ അതുപോലെ ചെയ്യാനായിട്ട് നീ അവർക്ക് അടിമയൊന്നല്ലല്ലോ. എന്താ ഇപ്പൊ നിങ്ങളുടെ രണ്ടാരുടെയും പ്രശ്നം? അബേട്ടിനും ബസ്സും എടുത്തുകൊണ്ട് പുറത്തു പോയതാണോ ഇപ്പോഴത്തെ പ്രശ്നം? അതോ ഞാനിപ്പോ ഓഫീസിലേക്ക് പോകുന്നതാണോ പ്രോബ്ലം? കാര്യം എന്താണെന്ന് പറയണേ ഇങ്ങോട്ട്. ആദ്യം നിനക്കെന്താ വേണ്ടതെന്ന് നീ മനസ്സിലാക്ക്. ഒരു ലക്ഷ്യബോധം ഇല്ലാതെ നടക്കരുത്. ഞങ്ങൾ പറയുന്നത് നിനക്ക് ദേഷ്യമായിരിക്കും. ശരി, പോട്ടെ. നീ ആയിട്ട് അത് മനസ്സിലാക്കുമെന്ന് വിചാരിച്ചാ നീ അതിനെ കുറിച്ച് ആലോചിക്കുന്നേ ഇല്ല. ഞാൻ എന്തിനെ പറ്റി ആലോചിക്കണം? നീ നിന്നെ പറ്റി ഒന്ന് ആലോചിക്കാകിൽ, നിന്റെ ഫ്യൂച്ചറിനെ കുറിച്ചൊന്ന് ആലോചിക്കേ. ഈ വീട്ടിൽ എന്റേതെന്ന് പറഞ്ഞൊരു സമ്പ്രദായമില്ല, എല്ലാം നമ്മുടേതാണ്. ഇവിടെ ആരും ഞാനെന്ന് പറയാറില്ല, നമ്മളെന്നേ പറയൂ. ഈ കാര്യം ചിലപ്പോ കാർത്തികയ്ക്ക് അറിയില്ലായിരിക്കും. നിങ്ങൾക്കറിയില്ലേ ഇളയമേ? അവളെ ബുദ്ധി ഉപദേശിക്കുന്നതിന് പകരം എന്നെ വഴക്ക് പറയാണോ? അതിനിടയ്ക്ക് ആന്റി എന്തിനാ വഴക്ക് പറയുന്നേ? നിന്നോട് വെറുതെ തർക്കിച്ച് എനിക്കിപ്പോ സമയം കളയാനില്ല. എനിക്ക് ഓഫീസിൽ പോണം. ബൈ. കൊച്ചുമോനെ, എന്താ ആന്റി? അപ്പൊ എന്റെ ലൈഫ് ഇത്രയേ ഉള്ളോ? നീ നിന്റെ സ്വന്തം വീട്ടിലേക്ക് പോയതല്ലേ, നിനക്ക് അവിടെ നിന്നാ പോരായിരുന്നോ? എന്തിനാ നീ തിരിച്ചിങ്ങോട്ട് വന്നത്? ഈ വീട്ടിനകത്ത് തന്നെ ഇരുന്ന് നിന്റെ ഈ ജീവിതം അവസാനിക്കും. പ്ലീസ് ആന്റി, അതൊഴിച്ച് വേറെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ. നോക്ക്, പറയാനായിട്ട് ഒന്നേ ഉള്ളൂ. സ്വന്തം ഭർത്താവിനെ സാരി തുമ്പ് കെട്ടിയിടണം. ഭാര്യ പറയുന്നത് പോലെയൊക്കെ ചെയ്യിപ്പിക്കണം. കൊഞ്ചിക്കൊണ്ടാണേലും കരഞ്ഞോണ്ടാണെങ്കിലും എങ്ങനെങ്കിലും അഖിലിനെ സോപ്പിട്ട് നീ നിന്റെ സാരി തുമ്പത്ത് കെട്ടിയിടണം. പിന്നെ നീ പറയുന്നത് അഖില് കേൾക്കും, നിന്റെ പുറകെ കടന്ന് കറങ്ങും. അങ്ങനെ അഖിലിനെ കൺട്രോൾ ചെയ്യുന്നത് കഷ്ടമാണ്. എന്ത് വലിയ കഷ്ടമെന്നാ? ആ ഭാവനയെ കണ്ടുപഠിക്കേ. അവൾ എന്തു പറഞ്ഞാലും ഭാസ്കർ അത് കേൾക്കും. അവൾ ഇരിക്കാൻ പറഞ്ഞാ ഇരിക്കും, നിൽക്കാൻ പറഞ്ഞാ നിൽക്കും. ഭാസ്കർ ചേട്ടനൊരു പാവമാണ്. പോട്ടെ, നിന്റെ അഭിയേട്ടം വലിയ ബുദ്ധിശാലിയല്ലേ, സിംഹത്തിനെ പോലെ എപ്പോഴും ഗൗരവമായിട്ടിരിക്കും. അങ്ങനെയുള്ള ഒരുത്തനെ വസു കൈക്കലാക്കിയില്ലേ? അവള് സാരി തുമ്പത്ത് കെട്ടിയിട്ടില്ലേ? വസു എന്ത് പറഞ്ഞാലും അഭി അതുപോലെ ചെയ്യും. അതുകൊണ്ടാ അഭി അവളുടെ ദേഹത്ത് ഒരു ഈച്ച പോലും വീഴാതെ സംരക്ഷിക്കുന്നത്. അവരുടെ കാര്യം വിട്. എന്റെ ഏട്ടത്തിയെ ഏട്ടന് ഭയങ്കര പേടിയാ. നിന്റെ അമ്മായി വരച്ച വര ഏട്ടൻ ഒരിക്കലും കടന്നിട്ടില്ല. ഇപ്പൊ പെൺകുട്ടികളെല്ലാം ആൺകുട്ടികളെ ഭാര്യ പറഞ്ഞാൽ കേൾക്കണം എന്നൊക്കെ പാട്ട് പാടിപ്പിക്കുക, ഡാൻസും കളിപ്പിക്കുന്നുണ്ട്. നീയും അതുപോലെ ചെയ്യേ. അഖിലിനെ നീ കൈക്കലാക്കിക്കോ, എന്നാലേ നീ എന്ത് വിചാരിക്കുന്നോ അതുപോലെ നടക്കും. അഖിലിനെ എങ്ങനെയാ ആന്റി കൺട്രോളിൽ കൊണ്ടുവരുന്നേ? മൊരമണ്ടി, അതും ഞാൻ തന്നെ പറഞ്ഞു തരണോ? ശരി, ആ ചെവി ഇങ്ങോട്ട് കാണിച്ചേ. ഓക്കെ ആന്റി, അതുപോലെ തന്നെ ചെയ്യാം. താങ്ക് യു ആന്റി, താങ്ക് യു സോ മച്ച് ആന്റി. നീ ചെയ്യടി, ഈ കുടുംബത്തെ പിരിച്ച് ചിന്ന ഭിന്നമാക്ക്. അതാ എനിക്ക് വേണ്ടത്. എന്താ വസു നീ പറയുന്നേ? ഞങ്ങൾ പോയ റെസ്റ്റോറന്റിലേക്ക് എനിക്ക് ഡിവോഴ്സ് വാങ്ങിത്തന്ന ലോയറും വന്നിട്ടുണ്ടായിരുന്നു.
എപ്പോ നോക്കിയാലും രണ്ടും ചെവി കടിച്ചോണ്ട് നടക്കുക. ഇവർക്ക് ഇത്രമാത്രം എന്താ സംസാരിക്കാൻ? അതാ ആന്റി എനിക്കൊന്നും മനസ്സിലാവാത്തെ. അബി ആ ലോയറിനെ കണ്ടായിരുന്നോ? കണ്ടായിരുന്നു ചേച്ചി. അപ്പോ ഈ കാര്യം അബി അറിഞ്ഞോ? ഇല്ല ചേച്ചി, അതറിയുമോന്നോർത്ത് ഞാൻ നന്നായിട്ട് പേടിച്ചു. ദൈവത്തിന്റെ കൃപ കൊണ്ട് നീ രക്ഷപ്പെട്ടു എന്നാ തോന്നുന്നു. അതെ ചേച്ചി, ടെൻഷൻ അടിച്ച് എന്റെ ജീവൻ പോയി. ഇതൊന്നും മറച്ചു വെക്കാതെ ആദ്യമേ പറയേണ്ടതായിരുന്നു ചേച്ചി. ചില സത്യങ്ങൾ മറച്ചു വെക്കുന്നതാ നല്ലത് വസു. പക്ഷെ ചേച്ചി, അത് അറിഞ്ഞു കഴിയുമ്പോ അപ്പോഴത്തെ അവസ്ഥ വളരെ മോശമായിരിക്കില്ലേ? എന്താണോ എന്തോ, ആ സത്യം പുറത്തു വരുന്നൊരവസ്ഥ ചിലപ്പോ വരാതെ ഇരിക്കാലോ. അതെങ്ങനെ ചേച്ചി വരാതിരിക്കുക? സത്യങ്ങൾ തീ പോലെയാണെന്നല്ലേ പറയാറ്. എന്നെങ്കിലും ഒരു ദിവസം അത് പുറത്തു വന്നാലല്ലേ പറ്റൂ. അത് സത്യമായിരിക്കും, പക്ഷെ ഗുരുതരമായൊരു സത്യം അത്ര പെട്ടെന്നൊന്നും പറയാൻ പാടില്ല വസു. വേറൊരാള് പറഞ്ഞ സത്യം അറിയുന്നതിന് മുന്നേ ഞാൻ തന്നെ പറയുന്നതല്ലേ ഏറ്റവും നല്ലത്. അറിഞ്ഞോ അറിയാതെ നീ ആ മണ്ടത്തരം കാണിക്കരുത്. അറിയേണ്ട കാര്യം അറിയേണ്ട സമയത്ത് അറിഞ്ഞോളൂ. അതുവരെ നീ ക്ഷമയോടെ ഇരിക്കെ. അറിയില്ല ചേച്ചി, എനിക്ക് നല്ല പേടിയുണ്ട്. ആ സത്യം അറിയുന്ന ദിവസം, ഞാൻ പറയുന്ന സമയം എന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ആലോചിക്കുമ്പോ തന്നെ എനിക്ക് പേടിയാവുക. പേടിക്കാതെ വസു, നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. സംഭവിച്ചതെല്ലാം മറന്ന് നീ മനസ്സമാധാനമായിട്ടിരിക്കെ. ശരി ചേച്ചി, ചേച്ചിയോട് ഞാൻ പറഞ്ഞു. എന്റെ മനസ്സിന് ഇപ്പൊ ഒരു ആശ്വാസമുണ്ട്. ശരി, വാ നമുക്ക് നല്ലൊരു കോഫി ഇട്ട് കുടിക്കാം. വാ. അവര് രണ്ടുപേരും എന്താ സംസാരിച്ചെന്ന് മനസ്സിലായോ? വസുവേട്ടത്തി എന്തോ ഒരു സത്യം മറയ്ക്കുന്നുണ്ട്. ആ സത്യം എന്താണെന്നുള്ളത് ഭാവനയെടുത്തേക്ക് അറിയാം, എന്നാൽ വീട്ടിലെ ആർക്കും അറിയില്ല. നമ്മൾ അറിയാതിരിക്കുന്നത് നമുക്കൊരു അപമാനല്ലേ? അതെന്ത് സത്യായിരിക്കും? സംതിങ് എന്തോ ഒന്ന് നടന്നിട്ടുണ്ട്. ആരോടും പറയാതിരിക്കുന്നതാ നല്ലതെന്ന് ഭാവനയെടുത്ത് പറഞ്ഞു. പക്ഷേ സംഭവിച്ചത് മറച്ചു വെക്കുന്നത് തെറ്റാണെന്ന് വസുവേട്ടത്തി പറയുന്നു. അതാരെങ്കിലും അറിഞ്ഞാൽ പ്രശ്നമാകുമെന്ന് വസുവേട്ടത്തി പേടിക്കുന്നു. അവളുടെ ആദ്യ കല്യാണത്തെക്കുറിച്ച് എന്തോ ഒരു സത്യം മറച്ചു വെക്കുന്നുണ്ടോന്നാ എന്റെ സംശയം. ആദ്യ കല്യാണത്തെക്കുറിച്ച് എന്ത് സീക്രട്ട് ഉണ്ടാകാനാ? ഒരു ബന്ധം ഉറപ്പിക്കുമ്പോ എല്ലാ കാര്യങ്ങളും ഓപ്പണായിട്ട് ഡിസ്കസ് ചെയ്യുമല്ലോ. വസുവേട്ടത്തി വിടുവാണെന്നും തനിക്കൊരു മകനുണ്ടെന്നും വസുവേട്ടത്തിയുടെ പാരന്റ്സ് തന്റെ റിയൽ പാരന്റ്സ് അല്ലെന്നും അമ്മായി അമ്മാവനും ആണെന്നും വസുവേട്ടത്തി ഒരു ഓർഫൻ ആണെന്നും അനാഥാശ്രമത്തിലാണ് വളർന്നെന്നും അറിയാം. ഇതല്ലാതെ വേറെ എന്ത് സീക്രട്ടാ? അല്ലടി, എന്തോ ഉണ്ട്. അവളത് പറയാതെ പുറത്തുനിന്നൊരാള് വഴിയെ ആ രഹസ്യം തെളിയാണെങ്കിൽ വലിയൊരാപത്താവുന്നു വസു പേടിക്കുന്നുണ്ടെങ്കിൽ അതെന്തോ വലിയ രഹസ്യം തന്നെയാടി. അത്രയും വലിയ സീക്രട്ട് എന്തായിരിക്കും ആന്റി? കുറച്ചുനാൾ മുമ്പേ നിന്റെ ഭാസ്കരേട്ടൻ കാറ് തട്ടിയിട്ട് വീട്ടിലേക്ക് ഒരാളെ കൊണ്ടുവന്നില്ലായിരുന്നോ? അതെ ആന്റി, അയാളെ കണ്ടിട്ട് വസുവേട്ടത്തി ഒരുപാട് ടെൻഷനായി. വസു മറയ്ക്കുന്ന രഹസ്യം അവൻ അറിയാന്നാ എനിക്ക് തോന്നുന്നത്. അവനും അന്ന് എന്നോട് വസുവിനെ കുറിച്ച് ഒരു സത്യം പറയാന്ന് പറഞ്ഞു. ഛേ, പറയാതെ അപ്പൊ തന്നെ പോയി. അവളെ കുറിച്ചുള്ള എന്തോ രഹസ്യം നിനക്കറിയാം, അതെന്താന്ന് പറ. സമയമാകുമ്പോ ഞാൻ പറയാം. അയാളെ കണ്ടുപിടിച്ചാ ആ സീക്രട്ട് എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അവൻ എവിടെയാന്ന് പറഞ്ഞാ നമ്മൾ തേടുന്നേ? അവൻ ജീവനോടുണ്ടോ ഇല്ലയോ എന്ന് പോലും നമുക്കറിയില്ല. ആ, അപ്പോ ഭാവനയെടുത്തിയോട് ചോദിക്കാം. എടി കഴുതേ, വസുവിനോട് ആ രഹസ്യം ആരോടും പറയരുതെന്ന് ഭാവനയല്ലേ പറഞ്ഞത്? പിന്നെ ഭാവനയോട് ചോദിച്ചു എങ്ങനെ പറയും? കാശ് കൊടുത്ത് നമുക്ക് പറയിപ്പിക്കാം. നിന്റെ കണ്ണില് ഭാവന ഒന്നും അറിഞ്ഞൂടാത്ത വെറും ഇള്ളാക്കുട്ടിയാണെന്നാണോ വിചാരം? അവള് ഭയങ്കര ബുദ്ധിമതിയാടി. നമ്മള് വേറെ വഴി കാണേണ്ടി വരും. ആ രഹസ്യം എന്താണെന്ന് കണ്ടുപിടിക്കാനോടി. എന്നാലേ ആ വസുവിന് ഇവിടുന്ന് ഓടിക്കാൻ പറ്റൂ. അതെ ആന്റി, ആ സീക്രട്ട് എന്താണെന്ന് അറിയാൻ കഴിഞ്ഞാ വസുവേട്ടത്തേക്ക് നമുക്കൊരു പണി കൊടുക്കാൻ പറ്റും.
ഈ ഫയൽ ഇവിടെ വെച്ചിരിക്കുകയാണോ? വീട് മുഴുവൻ ഞാൻ അന്വേഷിക്കായിരുന്നു. ഈ ഫയൽ ഏട്ടനല്ലേ ഇവിടെ വെച്ചത്? ഹോളിൽ ഇരിക്കുമായിരുന്നു. ഞാനും അത് ഇവിടെ ഭദ്രമായിട്ട് വെച്ചത്. അല്ല, എന്റെ ഫയൽ എന്തിനാ എടുത്തത്? എത്ര നേരം കൊണ്ട് ഞാൻ അന്വേഷിക്കുന്നു. എത്ര ടൈം വേസ്റ്റ് ആയെന്നറിയോ? ഹലോ, ഒന്ന് നിന്നേ. ഏട്ടൻ ഇപ്പൊ ഇതെന്താ കാണിച്ചത്? എന്റെ ഫയൽ ഞാൻ എടുത്തോണ്ട് പോകുന്നു. എന്റെ സാരി എന്തിനാ താഴെ തള്ളിയിട്ടതെന്ന്. സോറി, ഞാൻ ശ്രദ്ധിച്ചില്ല. ആ സാരി എത്ര കഷ്ടപ്പെട്ടിട്ടാ ഞാൻ അയൺ ചെയ്ത് വെച്ചെന്നറിയോ? എത്ര സമയം എടുത്തോന്നറിയോ? എന്താ, റിവഞ്ചാണോ? പ്രതികാര സ്വഭാവമുള്ളത് ഏട്ടനാ. ഫയൽ അന്വേഷിച്ച് എന്റെ സാരി തള്ളിയിട്ടു. ഏയ് നോ 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 നോ, ഒരിക്കലും അല്ല. ഞാൻ അറിയാതെ ഫയൽ എടുത്തപ്പോ കൈതട്ടി വീണതാ. എന്തായാലും ഞാൻ ഫയൽ അന്വേഷിക്കാൻ വേസ്റ്റ് ആക്കിയ ടൈമും താൻ സാരി ഇസ്തിരി ഇടാൻ വേസ്റ്റ് ആക്കിയ ടൈമും രണ്ടും ഒന്നാണോ? ഹലോ, സാരി അയൺ ചെയ്യുക എന്ന് പറഞ്ഞാ ഫയല് കൊണ്ടു നടക്കുന്ന പോലെ അത്ര ഈസിയൊന്നും അല്ല. ഇപ്പൊ എന്താ വേണ്ടേ? അയൺ ചെയ്യുന്ന വലിയ ജോലിയാണെന്നും ബുദ്ധിമുട്ടുള്ള ജോലിയാണെന്നും ഞാൻ പറയണോ? ആ അതെ, എല്ലാരെയും കൊണ്ട് ചെയ്യാൻ പറ്റില്ല. ഹലോ, എക്സ്ക്യൂസ് മീ. വലിയ വലിയ ഈവന്റ്സ് ഒക്കെ നടത്തുന്ന ആളാ ഞാൻ. ആഫ്റ്റർ ഓൾ എനിക്ക് അയൺ ചെയ്യാനൊക്കെ അറിയാം. ചെയ്ത് കാണാം. എന്നെ വെല്ലുവിളിക്കുന്നോ? അതേലോ. മിനിറ്റിന് ഒരു സാരി, 10 മിനിറ്റ് കൊണ്ട് 10 സാരി നല്ല സൂപ്പറായിട്ട് അയൺ ചെയ്ത് വെക്കും ഞാൻ. 10 സാരി ഒന്നും വേണ്ട. 10 മിനിറ്റ് ഞാൻ ഏട്ടന് സമയം തരാം. ഒരു സാരി അയൺ ചെയ്തൊന്ന് കാണിക്ക്, നമുക്ക് നോക്കാം. താൻ എന്നെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് വെച്ചിരിക്കുക. അയൺ ചെയ്ത് ഏട്ടൻ ആരാണെന്ന് പ്രൂവ് ചെയ്ത് കാണിക്ക്. ഓക്കെ.
ഇപ്പൊ എന്താ പറയാനുള്ളത്? ബൈ മിസ്റ്റേക്ക് കരിഞ്ഞു പോയി. ഏട്ടൻ അയൺ ചെയ്യാൻ അറിയില്ലെന്നെങ്കിൽ സമ്മതിക്കും. ആ എന്തുകൊണ്ടറിയില്ല? ആ അയൺ ബോക്സിന് എന്തോ പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. വേണമെങ്കിൽ അടുത്തൊരു സാരി താ, നല്ല സൂപ്പറായിട്ട് അയൺ ചെയ്ത് കാണിക്കാം. എന്തിന്? ഈ സാരി ഇതുപോലെ കരിച്ചു കളയാൻ വേണ്ടിട്ടാണോ? അതല്ല, പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ് എന്നല്ലേ പറയാറ്. എത്ര പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ നോക്കിയാലും അയൺ ചെയ്യാൻ പറ്റില്ല. ഇതിനൊക്കെ ഒരു സാമാന്യ ബോധം വേണം. ഏത് സാരിക്ക് എത്ര ഹീറ്റ് വെക്കണമെന്ന് അറിഞ്ഞിരിക്കണം. എല്ലാ സാരിക്കും ഒരേ അളവിൽ ഹീറ്റ് ആയിരിക്കില്ല. കോട്ടൺ സാരീസിന് ഒരു ഹീറ്റും സിന്തറ്റിക് സാരീസിന് മറ്റൊരു ഹീറ്റും പട്ടു സാരികൾക്ക് വേറൊരു ഹീറ്റും വെക്കണം. ഇതൊന്നും അറിഞ്ഞുകൂടാതെയാ അയൺ ചെയ്യാന്നും പറഞ്ഞ് അങ്ങ് ഏറ്റെടുത്തത്. തുണി അയൺ ചെയ്യുന്നതേ ഇവന്റ് ചെയ്യുന്നത് പോലെ അങ്ങനെ എളുപ്പമൊന്നുമല്ല. ഇതൊരു ആർട്ടാ. ശ്രദ്ധയോടെ ചെയ്യേണ്ട ഒരു കല. എല്ലാവർക്കും ഈ കല ഉണ്ടായിരിക്കണമെന്നില്ല. ഓക്കെ ഓക്കെ, സമ്മതിച്ചിരിക്കുന്നു. എന്നെ കൊണ്ട് വലിയ വലിയ ഈവന്റുകൾ ചെയ്യാൻ പറ്റുമെന്നല്ലാതെ ഇത്തരം ചെറിയ ചെറിയ ജോലികളൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. ഹലോ, ഇത് ചെറിയ ജോലിയാണെന്ന് ആര് പറഞ്ഞു? വലിയ ബിസിനസ്മാൻ ആണെന്നും ഒരു ഇവന്റ് മാനേജർ ആണെന്നും ഒക്കെ ഷോ ഇറക്കുവാണോ? ഇതും വലിയ ജോലി തന്നെയാ. ചില ആൺപിള്ളേർ ചെയ്യുന്നതല്ലാതെ ഞങ്ങളെ പോലെ പെൺകുട്ടികൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ജോലി ഇത്. പറഞ്ഞത് മനസ്സിലായോ? എനിക്ക് മനസ്സിലായി. അയൺ ചെയ്യുന്ന ഒരു ആർട്ടാണ്. സോ താനൊരു ആർട്ടിസ്റ്റും. സ്ത്രീകൾ പൊതുവെ എല്ലാവരും ആർട്ടിസ്റ്റാ. നിങ്ങൾ സ്ത്രീകൾക്ക് എന്റെ വക ബിഗ് സല്യൂട്ട്. അതാണ്, ഞങ്ങൾക്ക് ഇങ്ങനെ റെസ്പെക്ട് തരണം. തന്റെ ഉള്ളിൽ ഫെമിനിസം വളരെ കൂടുതലാണല്ലോ. അയ്യോ, അങ്ങനെയൊന്നുമില്ല ഏട്ടാ. ഒരു തമാശക്ക് അങ്ങനെ പറഞ്ഞേ ഉള്ളൂ. എന്തിനോട് രക്ഷപ്പെടാൻ നോക്കുന്നേ? ഞാൻ രക്ഷപ്പെടാനൊന്നും നോക്കിയില്ല. ആൺകുട്ടികളും പെൺകുട്ടികളും ഒരേ കണക്ക് തന്നെയാ. കണക്കൊക്കെ സമം തന്നെയാ. പക്ഷെ ആണുങ്ങളെക്കാൾ കൂടുതൽ സ്ത്രീകളുടെ എണ്ണാണ് കൂടുതലായിട്ടുള്ളത്. അതിനുള്ള കാരണം നിങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ജോലികൾ ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെയൊന്നും അല്ല ഏട്ടാ. ഏട്ടനെ കൊണ്ട് എല്ലാ ജോലികളും ചെയ്യാൻ പറ്റും. താനെന്തിനെങ്ങനെ എളിമ കാണിക്കുന്നത്? അല്ല, ഏട്ടനും കൂടി കുറച്ച് ക്രെഡിറ്റ് എടുത്തോ. അങ്ങനെ കഷ്ടപ്പെടുമെന്ന് തരേണ്ട കാര്യമില്ല. ഏട്ടനും കൂടി ഓക്കെ എന്ന് പറഞ്ഞോ. താൻ എന്തിനാണോ നിർബന്ധിക്കുന്നത്? എന്നാ പിന്നെ ശരി, ഏട്ടൻ തന്നെയാ വലിയവൻ. കീറിപ്പോയ സാരിക്ക് ഞാൻ സോറി പറയുന്നു. ഉണ്ണി, അനു, കീർത്തി,